അപ്പൊ നമുക്ക് അഞ്ചരന്റെ പഴയ ചോറൊക്കെ എടുക്കാം. അങ്ങ് UK Can you show something for my YouTube? Please, cheese. Hi everyone, welcome to my vlog. So this is our last day in Vietnam. നമ്മൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഈ അടിപൊളി സ്കൈ കണ്ടു. ആൻഡ് ഇവിടെ ഇരുട്ടാണെങ്കിൽ പോലും അത് പർപ്പിൾ കളറിലാണ് സ്കൈ ഇരിക്കുന്നത്, നന്നായിട്ട് ഡാർക്ക് ആയിട്ടില്ല. ആൻഡ് നമ്മൾ നേരെ പോയത് ഡിന്നർ കഴിക്കാനാണ്. ഹനോയ് സ്ട്രീറ്റ് ഇറങ്ങിയ ഉടനെ നല്ലൊരു ഫുഡ് കഴിക്കാൻ പോയി. റോൾ ചെയ്തെടുക്കാം. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഹാൻഡ്സ് എടുക്കാം. ഇത് റോൾ ചെയ്യണതിനൊരു രീതിയുണ്ട്. സോ പുള്ളി അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് കാണിച്ചു തരുമായിരുന്നു. Vietnamese meal. We vermicelli for you. We that and onion. And then carrot, some pineapple, some cucumber from there, then some you roll it. So you put it in sauce and eat together. 5. Put it in sauce. How is it? അത് കവറല്ല. നൈസാ? ഇതെന്താണത്? ചിക്കനാണോ? ഞാനൊരു ബൈറ്റ് എടുത്തോട്ടെ. ആട്ടിറച്ചി ഇതേപോലെ ഗ്രില്ല് ചെയ്തിട്ട് ഈ സാലഡ്സ് എല്ലാം വെച്ചിട്ട് ഇതേപോലെ നല്ല ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ്. ഇവിടെ കുറച്ച് ഹാൻഡ് മെയ്ഡ് സോപ്സ് ഒക്കെ കണ്ടു. കീ ചെയിൻസ്, സ്ട്രീറ്റ്സ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമായിരുന്നു. അല്ലെങ്കിൽ പപ്പി എന്ത് ക്യൂട്ടായ ചെയറുണ്ടോ, ഇവിടെ തന്നെയാണ് ആളുകൾ ഇരിക്കുന്നത്. ആൻഡ് നമ്മൾ വണ്ടി എടുത്ത് തിരിച്ച് വീട്ടിലോട്ട് പോയി. Today is last day in Vietnam and I'm at the center of Hanoi. So ഇവിടുത്തെ ഒരു മോർണിംഗ് വർക്കൗട്ട് കണ്ട് വന്ന വഴിക്ക് the weather is not that good, so I want to start it. Okay, ഞാൻ ഇത് കാണിക്കാവേ. ഒരു പാർക്കില് വർക്കൗട്ട് ചെയ്യാണ്, പാട്ടൊക്കെ വെച്ചിട്ട്. Seems very nice. ഇവിടുന്ന് വണ്ടി എടുത്ത് നമ്മൾ അടുത്തൊരു ഫാക്ടറിയിലോട്ടാണ് പോകുന്നത്. വിയറ്റ്നാമീസിന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് അട്രാക്ഷൻസ് ആണ് ഈ സിൽക്ക് എന്ന് പറയുന്നത്. ഈ ലേഡി സിൽക്ക് ത്രെഡ്സ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു ആർട്ടാണ്. നിങ്ങൾ ഇപ്പൊ കാണുന്നതല്ലോ, ശരിക്കും ഇത് പെയിന്റിംഗ് പോലെ തന്നെ ഇല്ലേ? ബാക്കിലിരിക്കുന്ന എല്ലാം ഇതുപോലെ ഈ ത്രെഡ്സ് വെച്ച് ചെയ്ത ആർട്ടാണ്. ഇനി നമ്മൾ നിൻപിനിലോട്ടാണ് വരുന്നത്. വിയറ്റ്നാമിന്റെ തന്നെ മറ്റൊരു അട്രാക്ഷൻ പ്ലേസ് ആണ് നിൻപിൻ എന്ന് പറയുന്നത്. ഓൾസോ ഹിസ്റ്റോറിക് പ്ലേസും.
ഗൈസ് നോക്കൂ, ഇതേ ബോൺസായി മരം. ഞാൻ ഫോട്ടോസിൽ മാത്രം കണ്ടിട്ടുള്ള മരം. ഇത്രയും വലുത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ആൻഡ് ഈ ലേക്ക് സൈഡ് കാണാൻ എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് അറിയാമോ. ഒത്തിരി പേര് ഇവിടെ നിന്ന് വന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. ഈ മലയും ഈ ലേക്കും ഇവിടെ ഒരു പ്രത്യേക തന്നെ ഭംഗിയാണ്. ഇവരുടെ ട്രഡീഷണൽ ലാൻഡേൺസും പിന്നെ നമ്മുടെ ഫേവറേറ്റ് കോഴി ഫിഷസും എല്ലാം ഇവിടെ അവര് നേച്ചറിനെ ഇങ്ങനെ സൂക്ഷിക്കാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട്. ആരും ഇതിനെ ഹാം ചെയ്യുന്നുമില്ല, അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ. അതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഞാനും ഒരു വർണ്ണപക്ഷിയായിരുന്നു. ഇവിടെ നമ്മള് സൈക്കിൾ റൈഡ് എടുത്ത് അടുത്തുള്ള സ്ഥലങ്ങൾ കാണാൻ പോവാണ്. Ride this on the beach. Yes, yes. Come on. Yes, you can. Yeah. Yes. Now, the next one they call that the F. CALF. ഇത് ഇവിടുത്തെ പഴയ കോയിത്തമ്പുരാൻ, വലിയ കോയിത്തമ്പുരാൻ, അങ്ങനത്തെ വലിയ വലിയ തമ്പുരാക്കന്മാരുടെ ഹിസ്റ്റോറിക് സ്പേസിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ആൻഡ് പുള്ളി പലതരം കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനെപ്പറ്റി. ഈ സിംഹം ഡ്രാഗൺ ആയതും ഒക്കെ അങ്ങനത്തെ കഥകളൊക്കെ. എന്ത് ഭംഗിയല്ലേ ഇത് കാണാൻ. ഈ വാട്ടർഫോൾസ് മാത്രമല്ല, ഇവിടുത്തെ വിയറ്റ്നാമിന്റെ ട്രഡീഷണൽ ക്ലോത്തിങ്സ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇവിടെ ഇട്ട് എടുക്കാൻ പറ്റുമെന്ന് ഡ്രസ്സൊക്കെ. മുന്നേ വിയറ്റ്നാമിന്റെ ക്യാപിറ്റൽ ഹനോയ് ആയിരുന്നു. ഇപ്പൊ ഏതാ ക്യാപിറ്റൽ എന്നറിയില്ല. Kept moving to the ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്. ഹിസ്റ്റോറിക്കൽ പ്ലേസ്. വേണ്ട അഗർബതിയൊക്കെ അമ്പലം പോലെയാണ് കേട്ടോ. ഇവിടെ ഫീമെയിൽസ് ഒക്കെ വന്നിട്ട് കാല് കവർ ചെയ്തിരിക്കണമെന്നാണ് അവരുടെ ആചാരം. അതുകൊണ്ട് അവർക്കവര് സ്കേർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പിള്ളേർ കവർ ഇരിക്കുന്ന പോലെ. ഇത് അവരുടെ പ്രതിഷ്ഠയാണ് കേട്ടോ. റമ്മ് വോഡ്ക. ഇത് പ്രതിഷ്ഠയാന്ന് തോന്നുന്നു. അവിടെ വോഡ്ക അടിക്കാതെ എന്തായിരുന്നാലും ഓരോരുത്തരാണ്. റമ്മ് വോഡ്ക കുടിക്കുന്ന രാജാക്കന്മാരായിരുന്നു ഇവരുടെ പഴയ ദൈവങ്ങൾ. എന്താല്ലേ. പിന്നെ ഇവരുടെ ഈ ഡോറുകൾ തന്നെ പൊക്കത്തിൽ കൂടെ നമ്മൾ അത്രയും കാല് പൊക്കിയിട്ട് വേണം അകത്തോട്ട് വെക്കാൻ. അത് ഭയങ്കര കൗതുകമായിട്ട് തോന്നി. നല്ല രസമുണ്ട്. ഇവിടെ കയറുമ്പോഴായിരുന്നാലും ഒക്കെ ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി ഫീൽ ഉണ്ടായിരുന്നു. ഇത് കാർ ചെയ്തിട്ടുണ്ട്. ഏതോ ഒരു ഭാഷയിൽ വിയറ്റ്നാമീസിൻ്റെ ഒന്ന് ഭാഷയായിരിക്കും. കാർ ചെയ്തിട്ടുണ്ട്. കുന്തങ്ങൾ കുന്തങ്ങൾ എക്സൈറ്റഡ് ആയിട്ട് കുന്തത്തിൽ പിടിക്കണം. അതെ, മണിച്ചിത്രത്താഴി അങ്ങനത്തെ വഴി. കുറെ കുന്തങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ മേലെ പണി ചെയ്തിരിക്കുന്നത് കുത്തുപണികളാണ്. നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓരോന്നിനും
ഒരു പ്രത്യേകതര ഫിനിഷിങ്ങും. പിന്നെ ഈ വിൻഡോയിലൂടെ നമ്മൾ അകത്തോട്ട് നോക്കുമ്പോഴത്തേക്കും ഈ രാജാവിന്റെയും ഒരു കൊത്തുപണി ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ കുറച്ച് ഫുഡും ഒക്കെ വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. രാജാവിന് മിയർ, അതാണ് രാജാവ്. Can you show something for my YouTube? Please, cheese. അടിപൊളി പിള്ളേരായിരുന്നു. പിള്ളേർ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിള്ളേർ ഒരുമിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അവർ ഇതിന് വേണ്ടി ഡ്രസ്സപ്പ് ചെയ്ത് വന്നിരിക്കുകയായിരുന്നു എന്ന് തോന്നണം കേട്ടോ. ഈ ടെമ്പിളിലെ കൾച്ചറാണെന്ന് തോന്നുന്നു. ഇവരുടെ കൾച്ചറൽ ഡ്രസ്സാണെന്ന് തോന്നുന്നു അവർ വേറെ ഇടുന്നത്. സോ ഇതിൻ്റെ ഹോൾ മാപ്പ് ഇവിടെ വെളിയിൽ വെച്ചിട്ടുണ്ട്, ഞാൻ കാണിക്കാം. അകത്തോട്ട് കയറിയപ്പോൾ ഇവിടെ വന്ന് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്ന മോഡൽസിനെ നമ്മൾ കണ്ടു. ഇവർ ഈ ഡ്രസ്സ് ഇവരുടെ കൾച്ചറൽ ഡ്രസ്സാണ്. ഈ ടെമ്പിളിൽ വന്ന് ഇവർ ഇട്ട് ഇവിടെ വന്ന് ആ ട്രഡീഷണൽ ഡ്രസ്സിൽ ഫോട്ടോ എടുക്കുന്നതാണ് കൂടുതലും കണ്ടത്. പണ്ടത്തെ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോഴാണ് കേട്ടോ. ഞാൻ ഒരിക്കലും വിയറ്റ്നാമിലൊരു ഗൈഡായിട്ട് വരണമെന്ന് ആരടുത്തും പറയില്ല. നിങ്ങൾക്ക് ഭയങ്കര അത് ശരിയാണ്. പക്ഷേ അതോ എനിക്കിങ്ങനെ ഈ സ്കൂളിൽ പിള്ളേർ പറഞ്ഞ പോലെ പറഞ്ഞ ഇത് ഇപ്പൊ തന്നെ ഇത് കണ്ടു. എനിക്കിങ്ങനെ സ്കൂളിൽ പിള്ളേർ പഠിക്കുമ്പോൾ ടൂറിന് പോകും പോലെ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല. ഡിസിപ്ലിൻഡ് അല്ലാത്തതുകൊണ്ടൊന്നും അല്ല. ഇപ്പം നമുക്കൊരു ഫ്രീഡം ഇല്ലാത്തതെന്ന് തോന്നും. നമുക്ക് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ പറ്റത്തില്ലല്ലോ. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് പോകണമെങ്കിൽ ഇല്ല, നമ്മുടെ ഇഷ്ടത്തിന് നമുക്കൊരിടത്ത് പോകണമെങ്കിൽ ഗൈഡില്ലാതെ ഡെസ്റ്റിനേഷനൊക്കെ നോക്കി ചേർന്നായിരിക്കും. ഇപ്പം ഈ ഭാഗത്ത് നമുക്കൊന്നും അറിയില്ലായിരുന്നു. വേറെ ഓപ്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ബുക്ക് ചെയ്തത്. പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ കൊണ്ടുവന്ന് കാണിക്കുമെന്ന് നമുക്കറിയില്ലായിരുന്നു. ഇങ്ങോട്ടുള്ള ടയേർഡാണ്. ഇനി ഇവിടെ നിന്ന് സൈക്കിൾ ഓടിച്ച് തിരിച്ചു പോകണം. എൻ്റെ മോന് ബോട്ടിങ് ഒന്നും എനിക്കിനി വീണില്ല. ഇന്നലെ ഒരു ബോട്ടിങ് പോയതിൻ്റെ ക്ഷീണം കഴിഞ്ഞിട്ടില്ല. മോഷൻ സിക്നസ് ഉള്ളവർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഡ്രീമാണ് ഈ നല്ല ടാൻ ആയിരിക്കണം. ഇപ്പോൾ ടയേർഡാണ്. ഇന്നോടുകൂടി പരിപാടി കഴിഞ്ഞ് പോയിട്ട് കിടക്കുക. ക്ഷീണിച്ചു പോയി. എനിക്ക് നല്ല ചോറും കഴിക്കാൻ തോന്നുന്നു. ചോറും കറിയും ഈ മല കാണാൻ നല്ല രസമാണ്. ഓക്കെ, ഇവിടെ ഫുള്ള് മലകളാണ്. ഡ്രാഗൺ പിടിച്ചതോ? പിടിക്കാൻ പോയത് തിരിച്ചു വന്നിട്ടുണ്ട് ഗൈസ്. ബാംബു ബോട്ടിങ്ങിന് വന്നിട്ടാണ്. നമ്മുടെ
ശരിക്കും പറഞ്ഞാൽ രാവിലെ മുതലേ നല്ല എക്സൈറ്റഡ് ആയിരുന്നു ബോട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട്. സോ ഇതൊരു ലാസ്റ്റൊക്കെ പ്ലാൻ ചെയ്യുമെന്ന് അറിയില്ല. അല്ലേ എൻ്റെ വണ്ടി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതാണ്. മരമൊക്കെ കണ്ടില്ലേ, വേറെ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. The wind hums songs at the break of day, whispering pines, secrets untold, carrying tales only the forest holds. Moonlight spills through the velvet dark, etching patterns, leaving its mark. The roots stretch deep, the earth's gentle lullaby song to the open sky. Whispering എന്ത് ബോട്ടാണ്? ഇതിനകത്തോട്ട് കയറാൻ പോവാണേ. തന്നെ കൊടുക്കും. സെലിബ്രേറ്റ് ചെയ്ത് വേണ്ട പോലെ സെലിബ്രേറ്റ്. അപ്പൊ നമുക്ക് അഞ്ചരന്റെ പഴയ ചോറൊക്കെ എടുക്കാം. അങ്ങ് യു കെയിലും കിടൻ സ്റ്റോറിയുണ്ട്. മനോരമക്കോ മാതൃഭൂമിക്ക് ആർക്കോ വേണ്ട അടുത്ത് പോയി കുറച്ച് ഫോട്ടോസ് വാങ്ങിക്കാം. ഫോട്ടോസൊക്കെ ഉണ്ട്. അവിടെ പോയിട്ട് ഫുള്ള് എടുത്തിട്ടായിരുന്നു കുത്തി പൊക്കം. പിന്നെ എന്താ അഞ്ചരോളം പേര് അപ്പൊ നാട് പഠിച്ചില്ലേ അവളല്ലേ?
പാത്തുംശ്ശേരിക്ക് പോയപ്പോഴല്ല നമ്മുടെ പഴയ നമ്മളെ പോലത്തെ മിക്സ് പണ്ടത്തെ അല്ലേ ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ ഉദ്ദേശിച്ചത്? മീറ്റർ എന്ന് വെച്ചാൽ ഒരു 1/4 കിലോമീറ്റർ. ലൈറ്റ് ഒക്കെ ഇതിലുണ്ടല്ലേ, സെറ്റാണല്ലേ. എന്ത് പറയുന്നു എടുത്ത വീഡിയോ നമ്മുടെ വാഗമൺ വിജയുടെ പോയിട്ടുണ്ടല്ലോ. വാഗമൺ പോയിട്ടുണ്ടോ? ആ, വാഗമൺ വിജയത്തിൽ ഒരു കേവ് ഉണ്ട്, അറിയാമോ? നടന്നു പോകാൻ പറ്റിയ വെള്ളം. അവിടെ ടൂറിസ്റ്റ് അങ്ങനെയൊന്നുമില്ല കേട്ടാ, ഹിഡൻ സ്പോട്ടാണ്. നമ്മൾ ഒരു അറിയാവുന്ന ഒരാളുകൊണ്ട് അങ്ങേരുടെ ട്രക്കിൽ കയറി പോയതാ, ജീപ്പില്. നമ്മളവിടെ കൊണ്ട് അയാളാവുന്നായിരുന്നു. നമ്മൾ കുറെ ദൂരം പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്വാസം കിട്ടില്ല, ഒന്ന് തിരിച്ചു വന്നു. വെള്ളം ഇങ്ങനെ ഒഴിക്കൊണ്ടിരിക്കും അതേപോലെ. ചെക്കൻ്റെ വരെയുണ്ട് കുട്ടിക്ക് മീൻകറി. പാസ് ചെയ്യുന്നതനുസരിച്ചാണ് പച്ചലേക്ക് കട്ടുന്നുണ്ട്. ഇതാക്കണം അതിന് അടുപ്പിച്ചെടുത്തിട്ട് പോകുന്നത്. ആ അതെ, കിങ് കോങ്ങിന്റെ ഇവിടെ സെറ്റിലാകുമാര് വന്ന എങ്ങനെയായിരിക്കും അല്ലേ? അതിനുശേഷം ഫേമസ് ആയിരിക്കും കേട്ടോ. അതിനുശേഷം നമുക്ക് ഇവിടെ വേനെടുക്കില്ലായിരിക്കും. ഇത് രാവിലെ ഇത് അതൊരു ഇതാണ്, ഇതൊരു മികച്ച ഒരു ഇതാണ്. സോ നമ്മൾ കയാക്കിങ് പോയിട്ട് തിരിച്ചു നടക്കുകയാണ്. ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കയാക്കിങ് നന്നായിരുന്നു, ഫണ്ണായിരുന്നു. ഫ്രണ്ട്സായിട്ടൊക്കെ പോവാണെങ്കിൽ എനിക്ക് എൻജോയ് ചെയ്യാം. അല്ലെങ്കിൽ ഇവരുടെ കൾച്ചറൽ ക്ലബ്സാണ് തോട്ടി കണ്ടുപോകാൻ മാംസാണ്. ഫോട്ടോസ് എടുക്കുന്നു. ഇവിടെ കുറേ പെയിന്റിങ്സ് വെച്ചിട്ടുണ്ട്. വണ്ട് ഭംഗിയായിട്ട് ഇതിലെ പെയിന്റിങ്സ് കാണിക്കാൻ പറ്റുന്നില്ല ആക്ച്വലി. ഒരുപാട് പെയിന്റിങ്സ് ഉണ്ടാവും. പെയിന്റിങ്ങും ജോഗ്രഫി വേറെ തന്നെയാണ്.
worth it. Worth coming here. ഷോപ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് നമ്മള് ഒരു ഐസ്ക്രീം കൂടെ വാങ്ങാം. Do you take card? Card. You take card. You take card. Card payment. എടുക്കും. Card payment. എന്ത് വേണമെന്നാണ് ചോദിക്കുന്നത്. നീ എടുക്കും. Do you take card? ഇവർ കാർഡ് എടുക്കില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മള് ചേച്ചിക്കുള്ളത് വേണപ്പോ അവിടെ വേറെ ചേച്ചി ഡ്രസ് മേടിക്കാൻ കയറിയിട്ടുണ്ട്. അതൊക്കെ വെട്ടി എടുപ്പുണ്ടെന്ന് അതൊക്കെ ശാശ്വതി. ഇതാണ് കേട്ടോ ഇവരുടെ ക്യാപ്സ്. ഇതൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മൾ പരിപാടി വരുന്ന കല്ലിരിക്കുന്നത്. ഇത് നമ്മളിവിടെ കഴിക്കാൻ കഴിയുന്നത് ബാമ്പു ബോട്ട്. ഇതൊക്കെയാണ് പിന്നെ പിക്ചേഴ്സൊക്കെ ഉണ്ട്. നമ്മൾ പോയ സ്ഥലങ്ങളുടെ പെയിൻറ്റിങ്സൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ വാങ്ങിയിട്ട് പോകാൻ വിടുന്നത്. പിന്നെ വേറെ ഒരുപാട് സാധനങ്ങളുണ്ട്. ചീർപ്പും ഇവിടുത്തെ ഒന്ന് ബുദ്ധൻ്റെ ഒക്കെ സാധനങ്ങൾ. ആ ഫാനുണ്ട്. എന്താ രസം. മറ്റേ നമ്മളെ നാട്ടിലെ ലാഫിംഗ് ബുദ്ധ പോലെ ഇത് ഉറങ്ങുന്നത്. ഒന്ന് കണ്ണു മൂടുന്നു, ഒന്ന് കാതടിക്കുന്നു, ഒന്ന് വായിരിക്കുന്നു. കണ്ണു മൂടുന്നു, വായിരിക്കുന്നു, ഒന്ന് കാതടിക്കുന്നു. ഇങ്ങനത്തെ ഇതാണ് നമ്മുടെ ലാഫിംഗ്. ഇത് ലാഫിംഗ് ബുദ്ധ അല്ലേ? കുബേരൻ അങ്ങനെ കണ്ട. ഇതാണ് ഇവിടുത്തെ ഡ്രാഗണൊക്കെ. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ കയ്യിലുണ്ടായിരുന്ന ക്യാഷൊക്കെ കഴിഞ്ഞു പോയി. നിങ്ങളിവിടെ വരുമ്പോൾ നമ്മൾ കുറച്ച് ക്യാഷ് പുറത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നാളെ ഒരു ഡേയും കൂടെ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് അറിയാത്തതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ആവശ്യാനുസരണം എടുത്താൽ മതി. പക്ഷെ മേക്ക് ഷുവർ യു ഹാവ് ആൻ ATM nearby. നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് പോയത്. ഞാനും ഫ്രണ്ട്സുമായിട്ട് അടുത്തൊരു കഫേയിൽ വന്നിട്ടുണ്ട്. സോ നമ്മളിവിടെ ഫസ്റ്റൊക്കെ കുടിച്ചിട്ട് വീട്ടിൽ ഹെഡ്ബാക്ക് ഇവിടുത്തെ കോഫി അടിച്ചിട്ട് തിരിച്ചു പോകാനാണ്. Must try. Hello. Hi everyone, welcome to my vlog. So this is our last day in Vietnam and we are fully packed to go back. അപ്പോൾ ഇവിടെ 12 o'clock തിരിക്കണം. ഞാൻ അടുത്തൊരു കോഫി വാങ്ങാം. ഇവിടെ ഒരുപാട് നടന്നു എന്നിട്ടാണ് ഈ കപ്പ കണ്ടുപിടിക്കുന്നത്. ആൻഡ് വെരി ഡിഫിക്കൽട്ട് ടു ഫൈൻഡ്. ചെറിയൊരു ബോർഡ് പോലെയായിരുന്നു. അതിൻ്റെ പേഴ്സൻ്റെ മൈക്രോവേവാണ്. അപ്പോൾ You can wait for 2 days. it's okay. Hot one. And the crimson spice കേട്ടിട്ട് Orange and hibiscus.
Is milk tea? Milk tea. Consent. ഇത് സ്പൈസസ് ഒക്കെ ഇട്ടിട്ടാണ് ചേച്ചി. ഇത് പറയണെങ്കി ഇത് പറ. രാവിലെ പണിയൊക്കെ ഉണ്ട് കേട്ടോ. മസാല ടീയല്ലേ? മസാല ഒക്കെ ഇട്ടിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. അമെക്സിന്റെ കാർഡ് ഉണ്ട്. സോ അത് യൂസ് ചെയ്ത് നമ്മൾ എയർപോർട്ട് ലോഞ്ച് ആക്സസ് ചെയ്യാൻ പോവാണ്. ആവശ്യം ഇപ്പം നമ്മുടെ കയ്യിൽ 3 വിസിറ്റ്സേ ഉള്ളൂ. അപ്പം നമ്മൾ 4 പേരുണ്ട്. ഒരാൾക്ക് പേ ചെയ്ത് കയറാനുള്ള മുൻപൊന്ന് നോക്കണം. നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. ഇവിടെ ഫ്ലൈറ്റ് ലേ ഓവർ ഉണ്ട്. സോ 2 hours ഇവിടെ വെയിറ്റ് ചെയ്യണം. 2:30 ആയി നമ്മുടെ ഫ്ലൈറ്റ് ഡിലേ ആയിട്ടുണ്ട്. ഇത് കഴിയുമ്പോൾ നമുക്ക് ഞാൻ എന്റെ ബ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പൊ വീണ്ടും പുതിയ വിശേഷങ്ങളായി പുതിയ യാത്രകളായി വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഓഫ് വിത്ത് അഞ്ജന.